Hi friends, I am Nitin and welcome back to our channel. HD Textbility മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ക്രാഫ്റ്റ് വർക്കാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ എന്ത് ഉപയോഗിച്ചാണ് ആ ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ടെക്സ്റ്റൈലിൽ പോയിട്ട് ഈ ഷർട്ടൊക്കെ മേടിക്കുമ്പോഴത്തേക്കും ഇതുപോലുള്ള ഒരു കാർഡ്ബോർഡ് പീസിൽ നമ്മുടെ ഷർട്ട് പാക്ക് ചെയ്ത് വെച്ച് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു കാർഡ്ബോർഡ് പീസിന്റെ കൂടെ നമുക്കൊരു ചെറിയ തിൻ ലെയർ ഒരു സ്പോഞ്ചും കൂടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ സ്പോഞ്ച് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു റോസ് ഉണ്ടാക്കാൻ പോകുന്നത്. കാണുന്ന പോലെ തന്നെ ചെയ്യാനും വളരെയധികം എളുപ്പമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ലേറ്റസ്റ്റ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഹായ്, അപ്പോൾ നമുക്ക് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് നമുക്കൊരു സ്പോഞ്ച് ഷീറ്റാണ് ആവശ്യം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടെക്സ്റ്റൈലിൽ നിന്ന് നമ്മൾ ഷർട്ടൊക്കെ മേടിക്കുമ്പോഴത്തേക്കും അതിൻ്റെ കൂടെ കിട്ടുന്ന ഒരു സ്പോഞ്ചാണ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യണം. ഞാനിവിടെ റെഡ് കളറും അതേപോലെ തന്നെ ഗ്രീൻ കളറും ആക്കിയിട്ടുണ്ട്. ഞാൻ വാട്ടർ കളറാണ് യൂസ് ചെയ്തത് ഇങ്ങനെ കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യമായിട്ട് ആ റെഡ് കളർ ചെയ്ത ആ സ്പോഞ്ച് ഷീറ്റ് എടുക്കുക. അതിനുശേഷം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ അതിനൊന്ന് ഫോൾഡ് ചെയ്യുക. അതിനുശേഷം എക്സസ് ആയിട്ട് വന്നിരിക്കുന്ന ആ ഒരു പീസ് നമ്മൾ സിസേഴ്സ് ഉപയോഗിച്ച് കട്ട് ചെയ്ത് കളയുക. കട്ട് ചെയ്യുമ്പോൾ സൂക്ഷിക്കുക, കൈയൊന്നും മുറിയാതെ തന്നെ കട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇതേപോലെ നമുക്ക് കുറച്ച് പീസസ് ലഭിക്കും. അപ്പോൾ ഇത് കണ്ടോ, ഒരു സ്ക്വയർ ഷേപ്പിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇതുപോലെ തന്നെ ആ ഗ്രീൻ കളർ പെയിൻറ് ചെയ്ത സ്പോഞ്ച് ഷീറ്റ് എടുക്കുക. അതിനുശേഷം ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ അതൊന്ന് ഫോൾഡ് ചെയ്യുക. അതിനുശേഷം സിസേഴ്സ് ഉപയോഗിച്ച് ആ വേസ്റ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയുക. അപ്പോൾ നമുക്ക് ഗ്രീൻ സ്പോഞ്ച് പീസസും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നമുക്ക് ആ ഗ്രീൻ പീസസ് ഒന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം റെഡ് സ്പോഞ്ച് പീസസിൽ നിന്നും ഒരു സ്പോഞ്ച് പീസ് എടുത്തിട്ട് ഞാനിപ്പോൾ കട്ട് ചെയ്യുന്ന അതേ മാതൃകയിൽ അതേ പാറ്റേണിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ കട്ട് ചെയ്ത ഒരു ഇതളിൻ്റെ ആ ഒരു ഷേപ്പിനാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കൈ കട്ട് ചെയ്യാതെ നോക്കുക. ഇതുപോലെ തന്നെ നമ്മൾ ഈ പീസസ് എല്ലാം കട്ട് ചെയ്യേണ്ടതാണ്. അതിനുശേഷം ഈ ഗ്രീൻ കളർ സ്പോഞ്ച് പീസസ് ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നത് പോലെ തന്നെ കട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള പീസസും കട്ട് ചെയ്യുക. അടുത്തതായിട്ട് നമുക്ക് കുറച്ച് കോപ്പർ വയേഴ്സ് ആവശ്യമുണ്ട്. ഇത് നമ്മുടെ വീട്ടിലൊക്കെ വയറിങ്ങിന് യൂസ് ചെയ്യുമല്ലോ, കോപ്പർ വയർ. ആ വയറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിനുശേഷം റോസസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി തന്നെ ഞാനൊരു റെഡ് കളർ സ്പോഞ്ച് പീസ് എടുത്തിട്ടുണ്ട്.
അതിനുശേഷം ഞാനിപ്പോൾ ഫോൾഡ് ചെയ്യുന്ന അതേ മാതൃകയിൽ അതിനൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ പൂവിൻ്റെ ഇതളുകളെല്ലാം നമ്മൾ ഫിക്സ് ചെയ്തു. അതിനുശേഷം ഞാൻ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഈ കോപ്പർ വയർ ഉപയോഗിച്ച് ഇതിനെ ഒന്ന് കെട്ടിക്കൊടുക്കുക. നല്ല ടൈറ്റായിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കുക. അതിനുശേഷം ഗ്രീൻ കളർ സ്പോഞ്ച് പീസസിനെയും ഇതുപോലെ തന്നെ കെയർഫുൾ ആയിട്ട് ഫോൾഡ് ചെയ്യുക. ഓക്കെ, ബാക്കിയുള്ള ഗ്രീൻ സ്പോഞ്ച് പീസസ് എല്ലാം ഇതുപോലെ തന്നെ ഇതിൻ്റെ ഇതളുകളായിട്ട് കൃത്യമായിട്ട് ഒന്ന് ഫിക്സ് ചെയ്യുക. അതിനുശേഷം ഒരു കോപ്പർ കമ്പി ഉപയോഗിച്ച് ഇതിനെ ഒന്ന് കെട്ടിക്കൊടുക്കുക. നല്ല ടൈറ്റായിട്ടൊന്ന് കെട്ടാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ വേസ്റ്റാക്കി കളയുന്ന ഈ ഒരു സ്പോഞ്ച് പീസസിൽ നിന്നും ഇത്രയും ഭംഗിയുള്ള ഈ 2 പൂക്കൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അപ്പോൾ ഞാനിന്ന് പരിചയപ്പെടുത്തുന്ന ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. വളരെയധികം ബ്യൂട്ടിഫുൾ ആണ്. നിങ്ങൾക്ക് ഇത് ഷോക്കേസിൽ വയ്ക്കാനോ അതേപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള അടിപൊളി ക്രാഫ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ വേസ്റ്റ് എന്ന് പറഞ്ഞു കളയുന്ന പല വസ്തുക്കളിൽ നിന്നും ഇതുപോലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആർട്ട് വർക്കുകൾ നമുക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും വിചാരിക്കും നമ്മൾ വെറും വേസ്റ്റ് ആണ്, നമ്മളെ കൊണ്ട് ആർക്കും ഉപയോഗമില്ല എന്നൊക്കെ വിചാരിക്കുന്ന സമയത്ത് ആ ഒരു സമയത്ത് നമ്മൾ മനസ്സിൽ പറയുകയാണ് എന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കും എന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ മുൻപത്തേക്കാൾ 10 മടങ്ങ് ശക്തിയോടെ നമുക്ക് വീണ്ടും പ്രവർത്തിക്കാൻ സാധിക്കും. വേസ്റ്റിൽ നിന്നും ഉണ്ടാക്കിയെടുത്ത ഈ ഒരു പൂക്കളെ പോലെ നമുക്ക് ശോഭിക്കാൻ സാധിക്കും. ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറിയ കമന്റും സജഷൻസും എന്നെ അറിയിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തായാലും ചോദിക്കുക. മറ്റൊരു ഉപയോഗപ്രദമായ വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ നിതിൻ സൈനിങ് ഓഫ്.